ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കൊരു വീക്കെൻഡാണ്, ഒരു അവധി ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ലഞ്ചിന് ഞങ്ങൾ കുറച്ച് പ്രോൺസ് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പിന്നെ പ്രോൺസിൻ്റെ എന്തെങ്കിലും ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം. സ്പ്രിംഗ് ഓണിയൻസ് അതൊന്നും നമ്മുടെ കയ്യിലില്ല. വെജിറ്റബിൾസ് ഒക്കെ ഇരിപ്പുണ്ട് മറ്റത്. പക്ഷേ ഫ്രൈഡ് റൈസിനായിട്ട് പ്രത്യേകം ഇടാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് അത് വാങ്ങിയിട്ട് വരാം, നിങ്ങളെ കാണിക്കാം. പിന്നെ ഞങ്ങളുടെ സൺഡേയിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ സൺഡേയിലേക്ക് സ്വാഗതം, ഞങ്ങളുടെ സൺഡേ പരിപാടിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു പൊഷൻ മലയാളി. ലെറ്റ്സ് സീ വാട്ട് വി ആർ ഡൂയിങ് ടുഡേ. അങ്ങനെ ഞാനും പ്രേണും കൂടെ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഞാൻ ലിഫ്റ്റ് അടഞ്ഞു പോയി. എനിവേ ഞങ്ങളുണ്ടും കയറി. ഞങ്ങളിവന് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ്, വളരെ അടുത്താണ്, 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടോട്ട് നടന്നു പോയി. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് മാത്രം, കുറച്ച് സ്പ്രിംഗ് ഓണിയനും ബീൻസും ക്യാരറ്റും പിന്നെ ഒരു സോയാ സോസും അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് ഒരു ചുമട് പാത്രം സിങ്കിൽ കിടക്കുന്നു. അപ്പോൾ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടല്ല നമുക്ക് ലഞ്ചിന് തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം ആദ്യം പെട്ടെന്നെല്ലാം കഴുകിയെടുത്ത് മാറ്റി വെച്ചു. സൈഡിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള അരിയാൻ തുടങ്ങി. സ്ലൈസിങ് എല്ലാം വീട്ടിലുണ്ടെങ്കിൽ വെജിറ്റബിൾസ് അരിയുന്ന എല്ലാം പ്രേണാണ് എനിക്ക് അരിഞ്ഞു തരുന്നത്. അപ്പം ഞാൻ സൈഡിലൂടെ, സൺഡേ ആയതുകൊണ്ട് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. അപ്പം ഞാൻ സൈഡിലൂടെ ബെഡ്ഷീറ്റെല്ലാം മാറ്റി, പില്ലോ കവേഴ്സ് അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുവാണ്. എനിക്ക് എല്ലാ സൺഡേയും ബെഡ്ഷീറ്റ് മാറ്റണം, പില്ലോ കവേഴ്സ് മാറ്റണം. അതെനിക്കൊരു മസ്റ്റ് കാര്യമാണ്. കുറച്ച് ക്ലീൻലിനെസ് കുറച്ച് വട്ടമുള്ള സൈസാണ് ഞാൻ, ചെറുതായിട്ട്. ആൻഡ് ഇരിക്കുന്ന സാധനങ്ങൾ അതേ സ്ഥാനത്ത് ഇരിക്കണം, ഭയങ്കര ഓർഗനൈസ് ആയിട്ടിരിക്കണം എന്നൊക്കെയുള്ളൊരു വളരെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനും പ്രേരണ എപ്പോഴും കശപിശ കൂടാറുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആ സാധനം അവിടെ ഇരിക്കണം, ഈ സാധനം ഇവിടെ ഇരിക്കണം. ഞാൻ വെച്ച സാധനങ്ങൾ ഞാൻ വെച്ച സ്ഥലത്തിരിക്കണം, അതെൻ്റെ ഒരു ഹാബിറ്റാണ്. അപ്പം ഞാനിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ ഞാൻ ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ട് ഞാൻ ബാത്റൂമൊക്കെ കഴുകി. അപ്പോൾ പ്രേൺ അവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രേൺ ഇച്ചിരി സ്ലോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് മിക്കവാറും ഫ്രൈഡ് റൈസും ഒക്കെ ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും. എല്ലാം അരിഞ്ഞ് വെച്ചേക്കും, പക്ഷെ ഞാൻ ടേക്ക് ഓവർ ചെയ്യും. ഞാൻ പ്രേണോട് പ്രോൺസിന് മസാല ഒക്കെ ഇട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പ്രേണോട് പറഞ്ഞു അന്ന് പ്രോൺസിന് മസാല ഇടണമെന്ന്. അപ്പോൾ പ്രോൺസിന് മസാല ഇട്ടു. അധികം മസാല ഒന്നുമില്ല, പെട്ടെന്ന് ഇട്ടു. ഇതിൻ്റെ റെസിപ്പി ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, കമൻറ്റിൽ ഞാൻ പറയാമേ. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. എന്നിട്ട് അപ്പോൾ പ്രേണ എനിക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ പാനിൽ ആ പച്ചക്കറികളെല്ലാം പതിയെ, ഒത്തിരി ഓയിലൊന്നും ഇട്ടില്ല കേട്ടോ, ഒരു ശകലം ഓയിലിട്ടിട്ട് അതെല്ലാം പതിയെ റോസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് ഗാർലിക് ഇട്ട്, ഈ ഫ്രൈഡ് റൈസിന് ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റും ഒരു രുചിയാണ്. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ടു. പിന്നെ അതൊന്ന് ചെറുതായിട്ട് സോട്ടാകുമ്പോഴത്തേന് ഞാൻ എൻ്റെ അരി ഉണ്ടല്ലോ, ഞാൻ ബാസുമതി റൈസായിരുന്നു ഫ്രൈഡ് റൈസിന് യൂസ് ചെയ്തത്. അപ്പം ഞാൻ അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ അരി കുറച്ചുകൂടെ ഒന്ന് വലുതാവും, പിന്നെ നല്ലതുമാവും. അപ്പം കാണാനൊരു ഭംഗിയാണ് വലുതായിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, സോ ദാറ്റ് അരി ഒന്നും ഒട്ടാതിരിക്കാൻ. പിന്നെ ശകലം ഉപ്പ് ഇട്ടു. സൈഡിൽ ഞാൻ എൻ്റെ വെജിറ്റബിൾസ് സോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പ്രേൺ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് അറിയാമായിരുന്നു ഇത് എൻ്റെ തലയിൽ തന്നെ ആകുമെന്ന്. ബിക്കോസ് പ്രേൺ ഭയങ്കര സ്ലോ ആണ്. ഇതെല്ലാം അരിഞ്ഞ് വരാൻ തന്നെ ഒരു മണിക്കൂർ എടുത്തു. അപ്പോഴത്തേന് തന്നെ ഏകദേശം 1:30 ആയിരുന്നു സമയം. പിന്നെ ലഞ്ച് വൈകുന്നേരം 6 മണിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തു, പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട്. ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോഴെങ്കിലും നമ്മൾ കഴിക്കണമല്ലോ. പ്രേൺ വന്നതിന് വെജിറ്റബിളൊക്കെ ഇട്ട് സഹായിക്കുമായിരുന്നു. അരിഞ്ഞ് വെച്ച ആൾ എന്നെ വെജിറ്റബിളൊക്കെ ഇട്ട് സഹായിക്കുമായിരുന്നു. അപ്പം വെജിറ്റബിളെല്ലാം സോട്ട് ചെയ്ത് ഞാൻ സൈഡിൽ വെച്ചു. അരി വേവുന്നേ ഉള്ളൂ, അത് മിക്സ് ചെയ്യണം ഇനി. അപ്പം പ്രോൺസ് നമ്മൾ മസാല ഒക്കെ ഇട്ട് വെച്ച പ്രോൺസിന് നമ്മൾ പാനിൽ എണ്ണയൊക്കെ ഇട്ട് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കുമായിരുന്നു. ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ചില്ല കേട്ടോ, ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്താണ് എടുത്തത് 2 സൈഡും. അത് പെട്ടെന്ന് 10 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളായിരുന്നു. അപ്പോൾ എൻ്റെ അരി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സൈഡിൽ ഫ്രണ്ട് മസ്ക് മെലൻ്റെ ജ്യൂസ് അടിച്ചു. ഇപ്പോൾ അരി വെന്തു. അപ്പോൾ ഞങ്ങൾ ആ മിക്സ്ഡ് വെജിറ്റബിൾസ് ഞാനിങ്ങനെ സോട്ട് ചെയ്ത് വെച്ചെന്നോട്ട്
അരി മിക്സ് ചെയ്തു, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ഇട്ടു, അങ്ങനെ നല്ലതായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പും പെപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയണം, ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാം നിങ്ങളെ. ഈസിയാണ്, ഇതൊന്നുമില്ല, വെരി ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. ചുമ്മാതെ കഴിക്കാനും സോസിൻ്റെ കൂടെ കഴിക്കാനും അല്ലെന്തെങ്കിലും ചിക്കൻ്റെ ഗ്രേവിയുടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ മസ്ക്മെലൺ ജ്യൂസും നല്ലതായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ കുറേ തുണികളൊക്കെ കഴുകി അത് മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മടക്കി വെച്ചിട്ട് ചോറുണ്ടാവുമെന്ന് വിചാരിച്ചു. എല്ലാം മടക്കി വെച്ച് പിന്നെ എനിക്ക് ചോറൊക്കെ വിളമ്പി തന്നു. പിന്നെ ടൈഗർ പ്രോൺസ് നമ്മൾ 2 പേർക്ക് മാത്രമേ നമ്മൾ 1/2 kg വാങ്ങിയുള്ളൂ, പക്ഷേ ഒത്തിരിയൊന്നും അത് ഇല്ലായിരുന്നു. അപ്പോൾ പ്രോൺസ് വിളമ്പാൻ തീർത്ത് ഞങ്ങൾ തമ്മിൽ കടിപിടിയായി, എത്ര പീസ് ആർക്ക് വേണമെന്നുള്ള. ബിക്കോസ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല യമ്മി ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളമ്പിയതിന് ശേഷം ഞങ്ങൾ ടി വിയിൽ ഒരു സിനിമ ഇട്ടിട്ട്, സൺഡേ അല്ലേ, ലഞ്ചിൻ്റെ കൂടെ ഒരു സിനിമയും കണ്ടു. കുറച്ച് നേരം ഇരുന്ന് സിനിമയും കണ്ടു. ഫ്രൈഡ് റൈസും പ്രോൺസും കഴിച്ചു. അപ്പം ഞാൻ സോഫയിലിരുന്നാണ് കഴിച്ചത്, പ്രേണാണെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് കഴിച്ചത്. നല്ല രുചിയുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ്, വെരി സിമ്പിൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു. വിത്ത് ആ മസ്ക്മെലൺ ജ്യൂസും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല റിച്ചായിട്ട് തോന്നി. ഉച്ചയ്ക്ക് ലഞ്ച് കഴിയുമ്പോൾ, സൺഡേ ആകുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കുറച്ച് റിച്ചായിട്ട് വേണമല്ലോ, അതാണല്ലോ എൻ്റെ ഒരു രീതി. അപ്പോൾ ഞങ്ങളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ജോലി ഷെയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ പ്രേണ എനിക്ക് ലഞ്ചെല്ലാം കഴിഞ്ഞപ്പം പ്രേണ എനിക്ക് കുക്കിംഗ് റേഞ്ചും എല്ലാം സ്പ്രേ ചെയ്ത്, ക്ലീനിങ് സ്പ്രേ ഉണ്ട്, അതൊക്കെ ഇട്ട് കുക്കിംഗ് റേഞ്ചൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് തന്നെനിക്ക്. ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ലേ പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ഓഫീസിൽ പോകുന്ന ദിവസമാണെങ്കിലും എന്നെ ഈവനിങ് വന്ന് സഹായിക്കാറുണ്ട്. അല്ലാത്ത വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഞങ്ങൾ ഹോളിഡേയ്സിലാണെങ്കിൽ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ വീട്ടിലുള്ള ഹൗസ് ഹോൾഡ് ജോസ് ഞങ്ങളെപ്പോഴും ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും മനസ്സിനൊരു സന്തോഷം, ദാറ്റ് വി ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ. സോ അങ്ങനെയാണ് നമ്മളെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ ഒരാൾ മാത്രം എല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ 2 പേരും അങ്ങോട്ടും കൂടെ സഹായിക്കുമ്പോഴാണ് നമുക്ക് തമ്മിൽ സ്നേഹം കൂടുന്നത്. അപ്പോൾ ഞാൻ ബാത്റൂം കഴുകി, ബെഡ്ഷീറ്റ്സ് മാറ്റി, തുണിയെല്ലാം മടക്കി. അപ്പോൾ എനിക്ക് കുക്കിംഗ് റേഞ്ച് തുടച്ച് തന്നു, വീട് തൂത്ത് തന്നു, തുടച്ച് തന്നു. അങ്ങനെ ഞങ്ങളുടെ ഈവനിങ് വരെയുള്ള സമയം പോയി. ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിന് ശേഷം ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല, ഞങ്ങൾ ഉറങ്ങാറുമില്ല വീക്കെൻഡ്. പിന്നെ അത് ഉറങ്ങുമ്പോൾ ഒരു ഡേ വേസ്റ്റ് ആവുന്ന പോലെ ഒന്നും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഗ്രീൻ ടീയും പോപ്കോണും ഒക്കെ കഴിച്ചു. ഡിന്നറായപ്പോൾ ഇന്നൊന്നും ഉണ്ടാക്കാൻ വയ്യായിരുന്നു, ഒരുപാട് ടയേർഡായപ്പോൾ 2 ഫലാഫൽ സാൻഡ്വിച്ച് വാങ്ങിക്കൊണ്ട് വന്നു. എനിക്കൊരു നോർമൽ ഫലാഫൽ സാൻഡ്വിച്ച് എന്ന് പറയാം. രണ്ട് മിക്സ്ഡ് ആയിരുന്നു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ മിക്സ്ഡിനകത്ത് എന്തോ ബ്രിഞ്ചോൾ പീസസ് ഉണ്ട്. എനിക്ക് അലർജി ആയതുകൊണ്ട് ഞാൻ ബ്രിഞ്ചോൾ പീസസ് കഴിക്കാറില്ല. അപ്പോൾ ഞാനൊരു ഗ്രീൻ ടീയുമായിട്ട് ഒരു നോർമൽ ഫലാഫൽ സാൻഡ്വിച്ചും കഴിച്ചു. പ്രേണിന് ഉച്ചയ്ക്കത്തെ ജ്യൂസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പ്രേണിൻ്റെ സാൻഡ്വിച്ചും ജ്യൂസും കൂടെ കഴിച്ചു. ഞങ്ങളുടെ ഡിന്നർ ഇത്രയേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ ഈ സൺഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.